ഇതെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു സെറ്റ്, ഇത്രയും ക്യാമറാമാന്മാരും എല്ലാവരും നമ്മുടെ നേരെ ശ്രദ്ധ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ടാസ്ക് ജയിക്കുക എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു മെന്റൽ പ്രഷർ ഉണ്ട്. ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഇതൊരു ഗെയിം ഷോ ആണ്. ഇതിനകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ സാധനം ജയിക്കണം എന്നുള്ള കുടില ബുദ്ധി വർക്ക് ചെയ്യും. ഇത് തന്നെയാണ് എനിക്കും തെറ്റാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവം വന്നപ്പോ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോ പഠിച്ചോനെ ഓശോ നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയുന്നത് ഗർജിച്ച് വന്നിട്ട് അതന്നെ. അപ്പുറത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ഏകാധിപതിയാണ്. ടീമിനെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരാള്. സസ്പെൻസ് കളയണ്ട, എന്തായാലും കാണാം, സ്ക്രീനിൽ കാണാം. കാണുന്ന ഓഡിയൻസിന് കറക്റ്റ് മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ഇതിൽ ഇപ്പൊ ടോപ്പ് കളിക്കാരനെന്ന്. ശ്രീകാന്ത് നമ്മുടെ അടുത്ത് ചർച്ച റോഷന പറഞ്ഞ ഇംഗ്ലീഷ് ശരിയല്ല. ശ്രീകാന്ത് കൗൺസിലൊന്നുമല്ല ശ്രീകാന്തിന്റെ പ്രശ്നം. ഈ പ്രോഗ്രാം എയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഏറി നിൽക്കാൻ ചാൻസ് ഉണ്ടോ? പലരും ഏറിപ്പോവും. എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു നോക്കണം. ആകെ 4-3-7 പോസ്റ്റുകൾ, അതിൽ ഒന്ന് ഉണ്ണിക്കണ്ണ തറയിൽ കിടന്ന് കരയുന്നതായിട്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഫ്ലവേഴ്സിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വഴിക്ക് പോകുമ്പം വെറുതെ അങ്ങ് പോരുതല്ലോ, അതുകൊണ്ട് കുറേ റിസർച്ചൊക്കെ ചെയ്ത് ഒരു നല്ല പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രോഗ്രാമിൽ നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രാജീവ് പിള്ളയും ഉണ്ട്, കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആദ്യമായി നമുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ കാണാം. If you don't get lost, there is a chance you may never be found. അഡ്വഞ്ചർ ഒരു വൃത്തമാണ്. 2 പോയിന്റുകളും കൂട്ടിമുട്ടുന്ന ഒന്ന്. ഫിയർ ആൻഡ് കറേജ്. ഒരു നിമിഷത്തിൽ നാം അറിയും അതുവരെ കരുതിയിരുന്ന കോൺഫിഡൻസിന്റെ അവസാന അണുവും നഷ്ടപ്പെടുന്നത്. ഈ നിമിഷത്തെ അതിജീവിക്കുന്നവർക്കുള്ളതാണ് ദ അഡ്വഞ്ചർ. The point where you've been hunted. അതിഥി ദ അഡ്വഞ്ചർ ഇന്ന് ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് ഫ്ലവേഴ്സിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും ഇവിടെ എത്തിയിട്ടില്ല, കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ വന്നവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് കാർത്തിക് കൃഷ്ണൻ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്ററാണ്, സോങ് റൈറ്ററാണ്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എറണാകുളമാണ് സ്ഥലം. നമസ്കാരം, എൻ്റെ പേര് ഷഫീഖ് എന്നാണ്. തൃശ്ശൂരാണ് വീട്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് എറണാകുളത്താണ്. ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് ആയിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡാൻസിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ ഹൗസ് ഓഫ് ഫേവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്രൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത്. അപ്പോൾ അതിനു വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഇറ്റ്സ് മീ ഓഷോ ഹിയർ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്, കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്, ബോക്സറാണ്, ഇപ്പോൾ കൊച്ചിയിലാണ്. ഹായ്, എൻ്റെ പേര് റോഷൻ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. യൂട്യൂബറാണ്, അതേപോലെ തന്നെ ചെറിയ ബിസിനസ്സും ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിഷ്ണുദാസ്. ഞാനൊരു കൊറിയോഗ്രാഫറാണ്, ആൻഡ് ആക്ടറാണ്. പിന്നെ സെയിം ഹൗസ് ഓഫ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സെയിം കമ്പനിയാണ്? 2 ടീമാണ്. 2 ടീമാണ്. പക്ഷേ അത് ശരി. ഇവര് പറയുന്ന കേട്ടതൊന്നും വളരെ മാന്യന്മാരും വളരെ പാവങ്ങളുമായിട്ടുള്ള മനുഷ്യരാണ്. അതെ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ പ്രോഗ്രാമില്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായി പ്രത്യേകിച്ച് റോഷൻ. അല്ല, ഞാൻ ഇടയ്ക്കൊരു ദിവസം ജിഷ്ണുവിനോട് ഷോയുടെ ഇടയിൽ വെച്ച് ചോദിച്ചു, ജിഷ്ണു എന്ത് ചെയ്യുന്നു എന്നൊക്കെ. അപ്പൊ പറഞ്ഞ് എന്തോ ഒരു കമ്പനി ചെയ്യാണ്. ആ കമ്പനി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കമ്പനി എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അതിപ്പോ എനിക്ക് മനസ്സിലായി, ആ കമ്പനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരാണെന്നുള്ളത്. ആ കമ്പനിന്റെ പ്രസിഡന്റും സെക്രട്ടറി രണ്ടുപേരെയുള്ള കമ്പനി. അല്ല, അതിരിക്കട്ടെ. കാർത്തിക്, എന്താണ് ഈ ഷോ? നമ്മളുടെ ടൈറ്റിൽ പോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്
ഗെയിംസ്. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഇടയിൽ നടക്കുന്ന ഒരു മൈൻഡ് ഗെയിമും കാര്യങ്ങളും എല്ലാം കൂടി കലർന്ന ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡായിട്ടാണ് എനിക്ക്. ഇമോഷണൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറെ ഇമോഷൻസ് ഇതിൽ ഇൻവോൾവ് ആണ്. കാര്യം നമ്മൾ തകർന്നു പോകുന്ന പല നിമിഷങ്ങളും വരെ നമ്മൾ പിടിച്ച് ഇതില് കാർത്തിക് ഒരിക്കലും തകർന്നിട്ടില്ലെന്നും അല്ല, ഞാൻ ആണ് തകർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഈ ഷോ വരുമ്പം നമ്മുടെ പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കുമല്ലോ. ഇവിടെ ഇരുന്ന് പറയുന്നതിനൊക്കെ ഭാവി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതെ, അത് എനിക്കറിയാം. അതെ, കാർത്തിക് ആക്ച്വലി ഇങ്ങനെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണോ? ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. ആകെയുള്ള അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വല്ല അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി റൈഡിൽ കയറുന്നൊക്കെയാണ് അഡ്വഞ്ചർ എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, കല്യാണം കഴിച്ചിട്ടില്ലേ? അതുണ്ട്. അത് ശരി, അത് അഡ്വഞ്ചർ ആയിട്ട് കൂട്ടുന്നില്ല. അയ്യോ, അത് ഭയങ്കര അഡ്വഞ്ചറാ. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോയുടെ ഇടയിലായിരുന്നു തോന്നുന്നു. അപ്പൊ 2 കല്യാണം കഴിച്ചു? ഇല്ല, അല്ല, ഷോയിന് തൊട്ട് മുന്നേ ഒരു മാസം ഡിഫറൻസ്. അതിന്റെ ഇടയിൽ അവര് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവര് എവിടാന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടായിരുന്നല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിയറിൻ്റെയും കറേജിൻ്റെയും ഒരു മിക്സ്ചർ പോലെയാണ് ഇരിക്കുന്നത്. കാര്യം ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺലി പറയണം, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. ചില ടെൻഷൻ അടിച്ച ടാസ്കിലൊക്കെ വേറെ പ്ലേയേഴ്സിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അല്ല, കാർത്തിക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലെന്ന്. അതാണ് ടീമിലുള്ള ബാക്കിയുള്ളവരാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് എതിർ ടീം പറയുന്നത്. അല്ല, എതിർ ടീമിന് എന്തും പറയാമല്ലോ. അവർക്ക് നമ്മളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇമോഷണലി തളർത്തണമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമത്തിൽ നിന്നിട്ട് ടീം മെമ്പേഴ്സിന് ഗൈഡൻസ് കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ. അല്ല, അതാണല്ലോ വേണ്ടത്. എന്തോ പറയുന്നുണ്ട്, കൂടുതൽ അതാണ് കാർത്തികിന്റെ ആ പൊസിഷനിൽ നിന്നിട്ട് ടീം മെമ്പേഴ്സിന് ഗൈഡ് ചെയ്യാം, അവിടെ നിൽക്കും. എന്നിട്ട് അല്ല, അതും ഒരു സ്ട്രാറ്റജിയാണല്ലോ. കാര്യം നമ്മുടെ ലോകത്തെ എല്ലാവരും ശക്തിമാന്മാരും ഒന്നും ആയിരിക്കില്ല. എല്ലാ തരം ആളുകളും വേണമല്ലോ. അപ്പൊ അത് പറഞ്ഞു വിട്ട് കളിപ്പിക്കാനും ആള് വേണം, ഇറങ്ങി നിന്ന് ചെയ്യാൻ ആള് വേണം. പിന്നെ അതിന് ഈ പറഞ്ഞ പോലെ ചില ഇമോഷണൽ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു വരാം എന്നുള്ളത് വേണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാ ഒരു അടിപിടി ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. അതിനകത്ത് കുറെ ഇമോഷണൽ സ്റ്റേജസും ഉണ്ട് എന്നുള്ളതാണ്. അതെ, ഞാൻ മെയിനായിട്ട് ബുദ്ധി വെച്ചാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗെയിമും ജയിക്കുന്നില്ല. ശാരീരികമായിട്ട് കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും മനസ്സിന്റെ ശക്തിയിൽ എനിക്ക് വിശ്വാസം. അതുമില്ലെന്നാണ് ഇവര് പറയുന്നത്. അവർക്കെന്തും പറയാലോ. കാര്യം എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യണം. അതുമല്ല, അൾട്ടിമേറ്റ്ലി ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിമും കൂടെയാണ്. 2 ടീമുകൾ ഉണ്ടെങ്കിലും എല്ലാവരും അവരവർക്ക് വേണ്ടിയും കൂടി കളിക്കണം. അതെ. റോഷൻ, ഈ ഗെയിമിൽ കാണുന്ന വ്യത്യസ്തത എന്താണ് ഇതിലൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നത്? മറ്റുള്ളത് നമ്മൾ അങ്ങോട്ട് കളിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കോർട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ മാതിരി രാത്രി കൗൺസിലിൽ കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞാല് ചുറ്റും ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ടീം തന്നെ ആയിരിക്കും നമ്മളെടുത്ത് ഫയർ ചെയ്യുന്നത്, ഓപ്പോസിറ്റിൽ നിന്ന് ഫയർ ചെയ്യാനുണ്ടാവും. അപ്പം നമ്മളത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞ സാധനം ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അത് വേറെ മാതിരി ആയിരിക്കും ഇവര് പറയുന്നത്. അപ്പം അത് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അതിന് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഇതിന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റിയൊരു വേദിയും കൂടിയാണത്. അപ്പം പറഞ്ഞു വരുന്നത് ഫിസിക്കലി മാത്രമല്ല മെന്റലി നിങ്ങളെ ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന ഒരു ഗെയിമാണെന്നാണോ? അതെ, ഇതിപ്പോ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ, റോഷൻ നല്ലപോലെ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. അപ്പം പിന്നെ എന്തൊരു സാധനത്തിനെയും സംസാരിച്ച് റോഷന്റെ കോർട്ടിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. ചെറുതായിട്ട്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പല തരത്തിലുള്ള ആളുകളുണ്ട് നമ്മുടെ ഷോയ്ക്കകത്ത്. ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ളവരുണ്ട്, ഫിസിക്കലി വീക്ക് ആയിട്ടുള്ളവരുണ്ട്. എന്നാൽ ഗെയിം വരുമ്പോഴത്തേക്ക് ഫിസിക്കലി ഭയങ്കര ശക്തിയുള്ളവരൊക്കെ വീണു പോവുകയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനുഷ്യരൊക്കെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ജയിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ കൗൺസിൽ എന്ന് പറയുമ്പോൾ ചിലപ്പം ചിലർക്ക് ഈ കൗൺസിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരിക്കും. അതൊന്ന് പറയാം. പ്രേക്ഷകരെ, ഞങ്ങൾ ഈ കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഇതിൻ്റെ കായികമായിട്ടുള്ള കളികൾക്ക് ശേഷം ഇതിനെ നമ്മളൊന്ന് വിലയിരുത്താൻ വേണ്ടി ഒരുമിച്ച് കൂടുകയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരാതികൾ ബോധിപ്പിക്കുകയും ഒരു ചർച്ച ഉണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ പരമാവധി ഞങ്ങൾ 2 പേർ ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഗെയിം മുമ്പോട്ട് പോകുന്നത്. ഓഷോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ച് ഇത്രയും കാലം ഉണ്ടെങ്കിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു. ഇത്ര ടഫ് ഗെയിംസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് കുറേ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ അധികം സംസാരിക്കുന്ന ഒരാളാണ് യൂഷ്വലി. ശരിയാണ്. ഓഷോയുടെ ഒരു ഫിസിക്കും ഒക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഓഷോ ഭയങ്കര ആളുകളെ
അക്രമാസക്തമായി നേരിടുന്ന ഒരാളായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്കൊന്ന് വളരെ പാവമായിട്ടുള്ള ഒരാൾ, ഒന്ന് വഴക്കിടാൻ പോലും അങ്ങനെ ഇറങ്ങിത്തിരിക്കുക. ഗർജിച്ച് വന്നിട്ട് മിയാവ് മാടപ്രാവിന്റെ മനസ്സാണ് അവൾക്ക്. ഓഷോ ഈ പറഞ്ഞ പോലെ ഓഷോ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഭയങ്കര ശാന്ത സ്വരൂപയായി ഇങ്ങനെ പോകും. അതെ അത് നമ്മളെ ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിന്റെ ഒരു ഈ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവരും തോന്നില്ലായിരുന്നു ഇത് ഭയങ്കരമായിട്ട് നിങ്ങളെല്ലാം ഫിസിക്കലി ബീറ്റ് ചെയ്ത് കളയും, ഭയങ്കര അക്രമമായിരിക്കും എന്നൊക്കെ. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ പഠിച്ചോനെ ഓശോ ഒറ്റയ്ക്ക് ഞാൻ തെറിച്ചു പോവല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും. എങ്കിലും ഞാൻ ഓശോ നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയുന്നത് അവൾ അത്രേ ഉള്ളൂ, ചെറിയൊരു മനസ്സാ. പക്ഷെ ഓശോക്ക് ഒരു സത്യം അറിയില്ല, നമ്മളോളെ പേടിച്ചിരിക്കുക എന്നുള്ളത്. അത് ഓശോ റിയലൈസ് ചെയ്തില്ല എന്നുള്ളതാണ്. അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഷെഫീഖിന്റെ എക്സ്പീരിയൻസ്? ഞാൻ ബേസിക്കലി ഇങ്ങനത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡ് ആയ കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി മാറി. ഇവിടെ നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് നമുക്ക് കൈയടിച്ചിരുന്ന ആൾക്കാർ തിരിച്ച് കൗൺസിൽ വരുമ്പോൾ നമ്മളെ തന്നെ പറയണ ഓരോന്ന്, അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല. പിന്നെ നമ്മുടെ ടീം ഓക്കെ, ഞങ്ങളുടെ റിസൾട്ട് എന്തായിക്കോട്ടെ, നല്ല ടീം വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഗെയിമിന്റെ സമയത്ത് മാത്രം. കൗൺസിൽ വരുമ്പോ ഒക്കെ അതുകൊണ്ടാണോ സ്വന്തം കമ്പനിയിൽ നിന്ന് വേറൊരാളെ കൂടെ കൊണ്ടുവന്നത്? അതിനു വേണ്ടിയാണോ? അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ. അതൊന്നും പ്രതീക്ഷിക്കരുത് അല്ലേ? കിട്ടും. അതൊക്കെ ഇരിക്കട്ടെ, രാജീവ് പിള്ളയ്ക്ക് എന്താണ് റോൾ? ഇതൊരു ബേസിക്കലി ഒരു ഗെയിംസ്, കുറേ അഡ്വഞ്ചറുള്ള, നമ്മൾ കുറേ സാഹസങ്ങൾ കാണിക്കേണ്ട ഒരു ഗെയിമാണല്ലോ. ഇവർക്ക് ഒരു കുറച്ച് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഒരു കോച്ച് എന്ന നിലയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇവർക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് സഹായിക്കാനും കൂടി ചില ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി റിസർച്ച് ചെയ്ത് ഗെയിംസ് ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞു. ഗൈഡിന്റെ ബേസിക്കലി അത് അദ്ദേഹത്തിന്റെ ഒരു കർത്തവ്യമാണ്. ദാറ്റ്സ് ഹിസ് ഡ്യൂട്ടി. എല്ലായിടത്തും പോയി നമ്മൾ പുതിയ പുതിയ ഗെയിമുകൾ കണ്ടുപിടിക്കുക. അത് പക്ഷെ പലപ്പോഴും ഞാൻ പുതിയ പല ഗെയിംസും കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനു മുമ്പ് അത് ചെയ്തെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വരാറുണ്ടല്ലോ ഇടയ്ക്കിടെ. അതിൽ ഞാൻ ചിലപ്പോൾ ഹൃദയം തകർന്നു പോകാറുണ്ട്. പക്ഷെ ഞാനത് നിർത്താറില്ല. ഇനിയും ഞാൻ പല രാജ്യങ്ങളിലും പോവാറുണ്ട്. അടുത്ത ഗോട്ടിമാലയ്ക്ക് പോകണമെന്ന്. ഗോട്ടിമാലയ്ക്ക് പ്രേക്ഷകരെ ഈ ഡയലോഗ് ഓർമ്മിച്ച് വെച്ചോണം. കാര്യം ഷോ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഏത് രാജ്യത്ത് പോയി എന്ത് ഗെയിമാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഉള്ളത്. വിലയില്ല റോഷ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കായികമായിട്ടുള്ള ഭയങ്കര സംഭവങ്ങളും ചർച്ചകളും ഒക്കെ അല്ലാതെ അങ്ങനെ ചെറിയ ചെറിയ തമാശകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊരു മൊത്തത്തിലൊരു ഒരു ഫാമിലി പോലെ പോകുന്ന ഒരു സംഭവമാണ്. എല്ലാവരും കൂടെ ഒരു എന്താ പറയുന്നത്, ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് എല്ലാവരും കൂടെ ചേർന്ന് പോയ പോലെയാണ് അല്ലേ? അഡ്വഞ്ചർ ഫാമിലി ഫണ്ണ് സാധനമാണ്. അതെ. പക്ഷെ ആർക്കും ഒരാളെ വിശ്വസിച്ചുകൂടാ. സത്യത്തിൽ ഞാൻ കുറെ അനുഭവിക്കുന്നുണ്ട് എന്റെ ഗ്രൂപ്പിൽ തന്നെ. അതെ, അവര് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒന്നിച്ച് കളിച്ചവര് കുറച്ചേരം കഴിയുമ്പോ തിരിഞ്ഞ് ഇങ്ങോട്ട് ഇരുന്നിട്ട് ഒരു ശത്രുവിനെ പോലെ നോക്കുന്നത്. നമ്മൾ ഇത്രയും എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് അല്ലെ ലാസ്റ്റ് വുമൻ സ്റ്റാൻഡിങ്, ഏറ്റവും സർവൈവ് ചെയ്യുന്ന ഏറ്റവും വലിയ അഡ്വഞ്ചർ ആകാൻ പോകുന്ന ആരായിരിക്കും? സ്വന്തമായിട്ട് സ്വന്തം പേര് പറയാമെങ്കിൽ പറയാം. അതിപ്പോ നമ്മൾ സ്വന്തമല്ലേ പറയുള്ളൂ. റോഷന്റെ അഭിപ്രായത്തിൽ റോഷനാണ്. ഞാൻ തന്നെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായത്തിൽ അത് റോഷന്റെ വിശ്വാസം മാത്രമാണ്. പ്രൂവ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ഞാൻ തന്നെ. ഓൻ ഏകാധിപതിയാണ്. അപ്പുറത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ഏകാധിപതിയാണ്. സ്വന്തമായിട്ട് ടീമിനെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരാള്. സസ്പെൻസ് കളയണ്ട, നമ്മള് പ്രേക്ഷകർ കാണട്ടെ. അവരൊക്കെ തിരിച്ചോണ്ടിരിക്കുന്ന കണ്ണീരോടെ ചിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ കാർത്തി തന്നെയാണോ? ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ ആരാണ്? കാർത്തി ഇനി അഥവാ എങ്ങനെയെങ്കിലും ഇതിന്റെ ഏറ്റവും മുകളിലെത്തിയ ബാക്കിയുള്ളവരെല്ലാം കൂടെ കാലി പിടിച്ച് വലിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. സത്യം പറഞ്ഞാൽ അപ്പുറത്തെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഒരേ ഒരു എതിരാളി ഉള്ളൂ. അത് ഇവ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവർക്ക് അവിടെ പ്രസക്തി ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബുദ്ധി ഉപയോഗിച്ച് കളിക്കണ. അതൊക്കെ ഇരിക്കട്ടെ. ഞാനൊരു വാർത്ത ഇങ്ങനെ കേട്ടു. റോഷന് ഭയങ്കര കള്ളക്കളിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയലും ഒക്കെയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അല്ല, അത് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന ഓഡിയൻസിന് കറക്റ്റ് മനസ്സിലാവും കാര്യങ്ങൾ. ഇത് ഇങ്ങനെ പറയുന്നത് നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ഇതിൽ ഇപ്പൊ ടോപ്പ് കളിക്കാരനെന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോ അതിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല, നമുക്കൊരു സംശയമില്ല. ടോപ്പ് കളിക്കാരൻ ഞാനാണ്. അപ്പം അല്ല, നിങ്ങൾ ചിരിച്ചില്ല, നീ പറഞ്ഞോ. അതല്ലേ, നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞോ. കൂട്ടത്തിൽ ഞാനാണ് ഇപ്പൊ നല്ല കളിക്കാരൻ.
അപ്പം ഇവർക്കൊന്നും അത് സഹിക്കുന്നുണ്ടാവില്ല. കാരണം അത് സ്വാഭാവികമാണ്, ശത്രുക്കൾ ഉണ്ടാവും, നല്ല ഉയർന്നു പോണതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പൊ എന്നെ താത്തി കെട്ടാൻ വേണ്ടിയിട്ട് തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പല ഗോസിപ്പും പറഞ്ഞിറക്കും. തൽപരകക്ഷികൾ കരുതേച്ചു. അതെ, കോച്ചിന്റെ കാര്യം അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഈ ഒരു ഷോയില് നമ്മളെ ഏറ്റവും വലിയൊരു മെയിൻ പ്ലസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോച്ചിനെ പോലത്തെ വലിയ ലെജൻഡറി ആയിട്ടുള്ള രണ്ടാൾക്കാരെ കിട്ടി. ഏറ്റവും വലിയ കള്ളനാണ് ആൾക്കാരെ കിട്ടി, നമുക്ക് നല്ല രണ്ടാൾക്കാരെ കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗെയിമിൽ കറക്റ്റ് ജഡ്ജ്മെന്റ് വരുന്നത്. അല്ല, കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ് പറയുന്നത്. ഒരു സത്യത്തിനും ന്യായത്തിനും ഒക്കെ ഇത് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും ശരി, അൾട്ടിമേറ്റ്ലി ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർ കാണുമല്ലോ ഇതെല്ലാം. ഞങ്ങളുള്ള കാര്യം അതുപോലെ കാണിക്കും. അതിനകത്ത് എഡിറ്റിംഗ് പരിപാടിയില്ല. ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഏറി നിൽക്കാൻ ചാൻസ് ഉണ്ടോ? റോഷൻ മാത്രം, അവരെല്ലാം ഇല്ല, റോഷൻ മാത്രമൊന്നും അല്ല, വേറെ പലരും ഏറിപ്പോവും. അതാ പറഞ്ഞത്. പിന്നെ ഓൺലൈൻ മീഡിയസിനകത്തുനിന്ന് അങ്ങനെ ഉള്ള ആക്രമണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടൊക്കെ ഉണ്ട്. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പല സമയത്തായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കോണ്ടന്റിന്റെ ബേസ് ആയിട്ടോ കോൺട്രവേഴ്സി ആയിട്ടോ ഒക്കെ പലപ്പോഴും നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഷെഫീഖോ? ഞാൻ ഈ ഷോ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ തന്നെ ഞാൻ എയറിലാവുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അത് വേറെ ആരൊന്നുമില്ല, സാബു ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഒരു അടിപ്പ സാധനം തന്നിട്ടുണ്ട് എനിക്ക്. താങ്കൾ ഒത്തിരി ഓൺലൈനിൽ എയറിലായിട്ടുണ്ടോ? ഇപ്പൊ കുറെ നാളായിട്ടില്ല. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് കുറെ സൈബർ ആക്രമണങ്ങൾ, പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. അതാ, പക്ഷെ ചില മനുഷ്യർ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാണ് ബ്രോ, ശരിയാണ് പറഞ്ഞത്. ഞാൻ ചിന്തിച്ചു പോവാ, മീൻസ് എനിക്ക് വന്നിട്ടൊന്നുമില്ല, ഞാൻ പറയാണ്. നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിലപ്പെട്ട സമയം കളയാണ്. സ്ട്രെസ് എടുക്കുക, അത് കളഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് രാജുവിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ താങ്കൾ ഫേസ് ചെയ്ത പോലത്തെ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ബട്ട് ഇവൻച്വലി താങ്കൾ പറഞ്ഞ പോലെ മുഖമില്ലാത്ത മനുഷ്യർ നമ്മളെ ആക്രമിക്കുന്നുണ്ടെന്ന് തിരിച്ചു പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇവരാരും നമ്മളെ ഒരു ജീവിതത്തിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ സഹായിക്കുന്ന വ്യക്തികളല്ല, അല്ലെ ഒരു ഇത്തിരിയെങ്കിലും സന്തോഷം തന്നിട്ടുള്ള വ്യക്തികളല്ല. ഞാനും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നുമില്ല. എൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ കഷ്ടപ്പെട്ടൊക്കെ തപ്പിയെടുക്കണം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 4 years കൂടുതലായി ഞാൻ ഒന്നുമില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു നോക്കണം, ആകെ 4-3-7 പോസ്റ്റുകൾ, അതിൽ ഒന്ന് ഉണ്ണിക്കണ്ണ തറയിൽ കിടന്ന് കരയുന്നതായിട്ടാണ്. ഫിൽട്ടർ അത് വേറെ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ, പുള്ളി ഒരു ഫേമസ് വ്ളോഗറാണ്. അപ്പൊ അവനാണ് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചിടുന്നത്. അന്ന് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്നുള്ളതാണ്. കമ്മിങ് ബാക്ക് ടു ദ ഗെയിം, ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത്? ചെളിയിലൊക്കെ ഉരുണ്ട് മാർക്കുകളുണ്ട്, പിന്നെ വേറെയും അത് ബാക്കിയുള്ളവർ ആക്രമിച്ചല്ല, ഗെയിമിന്റെ ഭാഗമായി എന്തെങ്കിലും പറ്റുമെന്നാ ചോദിച്ചേ. ബാക്കിയുള്ളവർ അടി കിട്ടിയത് കൂട്ടത്തിൽ അല്ലല്ല, ഇത് ഗെയിമിന്റെ ബേസിക്കലി ഇത് ടീമിന്റെ അല്ലല്ലോ, സ്വന്തമായിട്ടല്ലേ? സ്വന്തമായിട്ടാണ്. പറച്ചിലേട്ടനും കൊച്ചിലെ തൊട്ട് മറ്റേ ഞാൻ ചെളി കിടന്ന് വളർന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ചുമ്മാ ടീമിനെ ജയിപ്പിക്കുക, അങ്ങനെ പറ, നമ്മൾ ജയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഗെയിമിന് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, റോഷന് പിന്നെ വേറൊന്നും കാണാനില്ല. മറ്റേ അവിടെ മറ്റേ ദ്രോണാചാര്യര് വെച്ചിരുന്ന തത്തയുടെ കണ്ണ് പോലെ അല്ലേ, ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതില് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റർ ആയിരുന്നു റോഷൻ. വളരെ എന്താ പറയാ, റോഷൻ റോഷൻ സ്വന്തമായിട്ട് ജയിക്കുന്നതിനെക്കാട്ടി ഉപരി മറ്റുള്ളവരെ എങ്ങനെ തോപ്പിക്കാം, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് തോറ്റു കഴിഞ്ഞാൽ ഞാൻ ജയിക്കുമല്ലോ, അതാണ് രസമുള്ള കളിയാണ്. അതെ അതെ അതെ. കാർത്തിക ഇതെല്ലാം കൂടെ കണ്ട് കാർത്തികന് എന്ത് തോന്നി? റോഷന്റെ കാര്യത്തിലല്ല, അല്ല റോഷന്റെ കാര്യമല്ല, നമ്മുടെ ഗെയിമിന്റെ സംവിധാനങ്ങൾ, ഗെയിമിന്റെ ചെളിയും പരിപാടിയൊക്കെ. അയ്യോ, അതാ അവിടെ ചെന്ന ഫസ്റ്റ് അല്ലാതെ കാണുക മാത്രമല്ല. ഞാൻ കൂടുതലും പുറത്തുനിന്ന് കളി കണ്ട ഒരാളാണ്. ആ എക്സ്പീരിയൻസിൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടപ്പോ എന്ത് തോന്നി എന്നാണ് ചോദിച്ചത്. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടപ്പോ എനിക്ക് പിന്നെയും പേടി തോന്നി. ഇല്ല കാർത്തിക് ഇറങ്ങി കളിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഞ്ചറി ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ല എനിക്ക് അതെ അതെ, അത് പറയുമ്പോൾ സന്തോഷം കേട്ടോ. കാണുന്നുണ്ടോ? പോയോ
അല്ല ഇതില് ഡൈവ് ചെയ്ത് നേരെ പോയിട്ട് ചളിയിലേക്ക്. ആര് ഞാൻ തന്നെ ഞാൻ ഒരു ഏത് ഗെയിമെന്ന് ഞാൻ പറയുന്നില്ല, പ്രേക്ഷകർ ഇത് കാണട്ടെ. ഒരു ഗെയിമിൽ കാർത്തിക് ഇറങ്ങിയിട്ട് ഞാൻ ശരിക്കും ഞാൻ കണ്ടു, എടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തോപ്പിക്കും, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് കാർത്തിക് നിൽക്കുക. കാരണം കാർത്തികിന് പറ്റുന്നില്ല, അത്രയ്ക്ക് മറ്റേ സ്ട്രെങ്ത് വേണം. അപ്പൊ കാർത്തികൻ എന്താണെന്ന് അറിയാമോ, എന്നെ അങ്ങ് തോപ്പിക്കും. അപ്പൊ ഞാൻ പുറത്തു പോകും. ഇങ്ങനെയൊക്കെ താങ്കൾ പറഞ്ഞോ? അഡ്വഞ്ചർ ഷോയ്ക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ? അല്ലല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. അണ്ണൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ വളരെ മൃഗീയമായ രീതിയിലാണ് എന്നെ ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു പറഞ്ഞു പോയി മനസ്സിൽ. അല്ല, അതൊരു ടാക്ടിക്സ് ആയിരുന്നു. ഞാൻ ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് മറ്റേ മൈൻഡിനെ വ്യതിചലിപ്പിക്കാനായിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും അതൊരു തോറ്റോടലായിരുന്നില്ല, റിസൾട്ട് തോൽക്കലായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നിങ്ങളെല്ലാവരും ടെലിവിഷനിൽ പുതുമുഖങ്ങളാണ്. അപ്പം എന്തായാലും ഒരു നല്ല തുടക്കമായിരിക്കട്ടെ എല്ലാവർക്കും. റോഷൻ, ഓൾ ദി ബെസ്റ്റ്. താങ്കൾ ഇവരൊക്കെ പറയുന്ന പോലെ എയറിൽ നിൽക്കാതിരിക്കട്ടെ. താങ്ക് യു. പിന്നെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് അവരിവിടെ ഇല്ലാത്തതിന്. സോ അവരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അല്ല, നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ ഇരിക്കാം. ഒരു കണക്കില് അവരില്ലാഞ്ഞത് കുറച്ച് നന്നായി. കാരണം ഈ ഒരു സൈലൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതും കൗൺസിലായി മാറി. വേറൊരു കൗൺസിൽ പൊടിയൊക്കെ വരും ഇതില്. നിങ്ങളെല്ലാവരും ഓൺലൈനിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ. ടെലിവിഷന്റെ പ്രൊഡക്ഷനിലേക്ക് വന്നപ്പം എന്ത് തോന്നി? എങ്ങനെയുണ്ട് ടെലിവിഷൻ പ്രൊഡക്ഷനൊക്കെ? മറ്റേത് നമ്മുടെ ടൈമൊക്കെ ഫിക്സ് ചെയ്യുന്നതും നമ്മുടെ ഓരോ സംഭവങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ അനുസരിച്ചൊക്കെ വീഡിയോ എടുക്കണ്ടേന്നൊക്കെ നമുക്ക് ഇതാക്കായിരുന്നു. പക്ഷേ അതായത് നമ്മളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് സൗകര്യമുള്ളപ്പോൾ ചെയ്യായിരുന്നു. പിന്നെ നമ്മളോട് എടാ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ഇതാക്കണം എന്ന് പറയാൻ ഒരാളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെലിവിഷനിലേക്ക് നേരെ വന്നപ്പോൾ ഷെഡ്യൂൾഡാണ്. ഇന്ന ടൈമിൽ നമ്മൾ എണീക്കണം, കറക്റ്റ് ഇന്ന മാതിരി വർക്ക് ചെയ്യണം, ഇന്ന രീതിയിൽ. അതായത് ഇത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യണം. ഫുള്ള് ഷെഡ്യൂൾഡായി. നമ്മളൊരു ശരിക്കും അധ്വാനിക്കുന്ന മാതിരിയായി. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മളെ കംഫർട്ട് അനുസരിച്ച് പോലെയാണ് പ്രോഗ്രാംസ് നടന്നിരുന്നത്. ഒരു ഫിക്സ്ഡ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഷെഡ്യൂൾഡ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതിലുപരിയായിട്ടാണ് ഒരു പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രൈപ്പോഡിൽ ക്യാമറ മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു സെറ്റ്, ഇത്രയും ക്യാമറാമാന്മാരും എല്ലാവരും നമ്മുടെ നേരെ നോക്കി നിൽക്കുമ്പോഴാണ് വളരെ വലിയ സെറ്റാണ്. അതും അതുപോലത്തെ ഒരു ആംബിയൻസിൽ ഫോറസ്റ്റിൽ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാവരും ശ്രദ്ധ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ടാസ്ക് ജയിക്കുക എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു മെന്റൽ പ്രഷർ. ബാക്കിയുള്ളവരുടെ സൗകര്യം കൂടെ നമ്മൾ കൂടെ മത്സരിക്കുന്നവരാണെങ്കിലും അല്ലെ ടീംമേറ്റ്സിന്റെ ആണെങ്കിലും അവരുടെ എല്ലാ സൗകര്യങ്ങളിലൂടെ നമ്മൾ മെയിൻ പ്രശ്നം വെച്ചാലേ നമുക്കിവിടെ ഒരു മൈക്കുള്ളത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അറിയാതെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതില്. നിങ്ങളോടാണ്. നിങ്ങൾ ഇദ്ദേഹത്തിനെ സാധാരണഗതിയിൽ സ്ക്രീനിൽ മാത്രമല്ല കണ്ടിട്ടുള്ളൂ, ഇദ്ദേഹത്തിന് മറ്റൊരു ഇമേജാണ്. അത് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഞങ്ങളത് ആക്ച്വലി നേരിട്ട് പോയി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മള് കണ്ടതും എക്സ്പെക്ട് ചെയ്തൊന്നും ഇതല്ല. ഈ ഒരാളെ ഇവരിപ്പോ ഓശോനെ പറഞ്ഞ പോലെയാണ് നമ്മൾ സാബുചേട്ട കണ്ടേക്കണേ. അങ്ങനൊന്നും അല്ല, അടുത്ത് വന്നു കഴിഞ്ഞാ കടിച്ചു കീറി ആ മൂടാണ്. പക്ഷെ അത് നമുക്ക് കിട്ടിയൊരു ഇമേജ് അങ്ങനെയാണ്. പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. പക്ഷെ അടുത്തറിഞ്ഞപ്പോ ആള് ഭയങ്കര മാടപ്രാവിന്റെ മനസ്സാന്ന്. ഇതൊരു കാര്യം മനസ്സിലായി. പോയിന്റ്സ് കിട്ടൂലട്ടാ. ഇത് ഞാൻ അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതാണ്. കാര്യം അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഫ്ലവേഴ്സ് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് ചെയ്യിക്കുന്നുണ്ടോ. ഞാൻ എത്ര വർഷമായി ടെലിവിഷനിൽ വന്നിട്ട്? എനിക്ക് 23-24 ഇയേഴ്സായി. ഇത്രയും കാലവും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ആവശ്യം വരുമ്പോൾ എന്റെ നമ്പർ വിളിക്കും. ഈ ഷോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പാണ് മൊത്തം കുത്തിത്തിരിപ്പ്. മാടപ്രാവ് അപ്പുറത്തിരിക്കുന്ന രാജ് നമ്മുടെ കോച്ച് സത്യസന്ധയുടെ നിറകൂടം യഥാർത്ഥ മുഖം കണ്ടിട്ടില്ല. പക്ഷെ കോച്ച് പല സന്ദർഭങ്ങളിലും പുലിയായിരുന്നു. അത് എന്നോട് അല്ല, ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് നിങ്ങൾ രണ്ട് ടീമിനും ഞാൻ ഉപദേശങ്ങൾ തരാറുണ്ട്. കാര്യം പിന്നെ ആ ഒരു ഗെയിം എങ്ങനെ രസകരമായി ജയിക്കാം എന്നുള്ളതാണ്. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര വയലൻസിലേക്ക് പോകും, അല്ലെങ്കിൽ ഭയങ്കര ഫൈറ്റിലേക്ക് പോകും. അപ്പൊ പലപ്പോഴും താങ്കൾ പോയി പറയുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ഇത് പറയും, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അത് ആ ഗെയിമിന്റെ മുമ്പോട്ടുള്ള പോക്കിനെ ഞാൻ ചില ഗെയിമുകൾക്കകത്ത് നിന്ന് പറഞ്ഞു തരും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും
അതുകൊണ്ട് ഞാൻ റോൾ മോഡൽ ആക്കുന്നുണ്ട്. അപ്പുറത്ത് തെറ്റ് പറയരുത്. അപ്പുറത്ത് രാജീവ് പറയില്ലല്ലോ, അത് ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, അവിടെ കൗൺസിൽ വരുമ്പോൾ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. മറ്റേ ഞാൻ ആ വെള്ളത്തിലൊന്ന് ചാടിക്കോട്ടെ ചോദിച്ചപ്പോ ആകെ ചേടാന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നത്. എന്നാ രാജീവ് എന്ന് പറയുന്നത്, രാജീവ് പിന്നെ ബോഡി ബിൽഡറാണ്, മോഡലാണ്, ആക്ടറാണ്, പ്ലെയർ ആണ്. നാലൈറ്റമല്ലേ ഉള്ളൂ. ഐറ്റംസ് ഇതിൽ വരും. അല്ല ഞാൻ പറഞ്ഞത് രാജീവേട്ടനും പ്ലെയർ ആണ്. അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ രാജീവിനെ സംബന്ധിച്ച് രാജീവ് ഒരു സ്പോർട്സ്മാന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ഈ കളികളെ നോക്കിക്കാണും. കാരണം അത് പ്രോപ്പറായിട്ട് നിയമങ്ങൾ വെച്ച് ചെയ്യണമെന്നുള്ളൂ. ഫെയർ പ്ലേഡ് ആവാം. എന്നെ സംബന്ധിച്ച് ഇതൊരു ഗെയിം ഷോ ആണ്. ഇതിനകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ സാധനം ജയിക്കണം എന്നുള്ള, അപ്പൊ എന്റെ കുടില ബുദ്ധി വർക്ക് ചെയ്യും. മനസ്സിലായോ? രാജീവിന് അത് വർക്കായില്ല. രാജീവിനെ സംബന്ധിച്ച് നിയമം വെച്ച് കളിക്കണം എന്നുള്ളത്. ഞാൻ സ്പോർട്സ് പേഴ്സൺ അല്ലേ, എന്നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും വളഞ്ഞ വഴി കൂടെ ആണെങ്കിലും ഇരിക്കുന്ന സാധനം എടുത്ത് ഇവിടെ വരണം. ഇത് തന്നെയാണ് എനിക്കും. ഞാൻ സ്പോർട്സ് പേഴ്സൺ അല്ല. അതെ, നമ്മളൊക്കെ അത് തെറ്റാണെന്ന് പറഞ്ഞല്ലേ. അല്ല ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതായിരുന്നു. നിന്റെ അതെങ്കിലും വരണ്ടടാ, അതും വരുന്നില്ലല്ലോ. അല്ല ചില സമയത്ത് രാജീവ് എന്നിട്ട് പറയും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഞാൻ ഇപ്പുറത്തോടെ പറഞ്ഞിട്ട് ഒന്നുമില്ല, നീ നമ്മള് പെട്ടുപോയി. ഇവിടെ ചെയ്യാൻ പോകും, ഇവിടുത്തെ ചെയ്യണ്ടെന്ന് നമ്മള് ചെയ്യുമ്പോ അങ്ങനെ ധൈര്യം തന്ന് ഞങ്ങൾ ഏത് രീതിയിലാണെന്നുള്ളത് കാണാം. ഇദ്ദേഹത്തിന്റെ ധൈര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ചെറുതായിട്ട് പ്രേക്ഷകർക്ക് അതിഥി ദ അഡ്വഞ്ചറിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചില ദൃശ്യങ്ങളൊന്ന് കാണാം. ഞാൻ വിചാരിച്ചു ഞാൻ പൊന്തി കയറുമെന്ന്. അതങ്ങനെ എളുപ്പമുള്ള പരിപാടി ആയിരുന്നില്ല പൊന്തി കയറുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ആ ഒരാൾ മുങ്ങുന്ന പോലെയാണ് എനിക്ക് ഫീൽ. അല്ല റോഷ, നമ്മള് വെറും പൊട്ടന്മാരൊന്നും അല്ല. റോഷന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും കൊണ്ട് ഇവിടോട്ട് വരണ്ട. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. ബാക്കിയുള്ളവർ തിരിച്ച് കയറി പോണം അല്ലേ? അവര് പോകുമ്പോഴാണ് ഗെയിം കഴിയുന്നത്. അതിനു മുമ്പ് ഇവൻ ആരാ ഫ്ലാഗ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ? ദി വിന്നർ ക്യാൻ ടേക്ക് ദി ഫ്ലാഗ്. രണ്ടുപേരുള്ളൂ, ഞാൻ എടുക്കും. ഇത് കൗൺസിൽ പോലും പറയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പറ്റുന്ന പണിക്ക് പോയാ പോലെ ഇടയില് കിടന്നോട്ടെ. പക്ഷെ വഴക്കിടുമ്പോ ഇംഗ്ലീഷ് വരും. അല്ല ഞാനെന്താ അറിയോ, അത് ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറയാം. വായിൽ നല്ല നാടൻ സംഭവങ്ങൾ വരുമ്പോ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങ് ഇറക്കിട്ട് കുറച്ച് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് മറ്റത് തലച്ചോറ് മറന്നു. ഏറ്റവും ബുദ്ധിമുട്ടിയ ആൾ ശ്രീകാന്ത് കൗൺസിലിൽ പ്രശ്നം നടക്കുമ്പോൾ ശ്രീകാന്ത് നമ്മുടെ അടുത്ത് ചർച്ച ചെയ്യും. റോഷന പറഞ്ഞ ഇംഗ്ലീഷ് ശരിയല്ല. ശ്രീകാന്ത് ഇംഗ്ലീഷ് ടീച്ചറാണ്, പക്ഷെ അത് തിരുത്താൻ നിൽക്കാണ്. അല്ല ശ്രീകാന്ത് അത് തിരുത്താൻ നിൽക്കുക. ഇവിടുത്തെ കൗൺസിലൊന്നുമല്ല ശ്രീകാന്തിന്റെ പ്രശ്നം. ഗ്രാമർ അത്രയും വാക്കുകൾ പറഞ്ഞല്ലോ അഭിമാനിച്ചിരിക്കുകയാണ്. എവിടുന്നെങ്കിലും ഒക്കെ എടുത്ത് ഒപ്പിക്കാണ്. അതിന്റെ ഇടയിലോ ഗ്രാമർ നോക്കിയാലോ. ആ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇതിൽ വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് ടീച്ചറാണ്. ശ്രീകാന്ത് എന്നാണ് പേര്. അദ്ദേഹം അതിബുദ്ധിമാനാണ്. എങ്ങനെ മറ്റേ കയറ് കെട്ടിയത് എങ്ങനെ അയക്കാന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയ ഒരു പ്ലെയർ കൂടിയാണ് അദ്ദേഹം. അല്ല നമ്മൾ അഡ്വഞ്ചറിനെ തെരഞ്ഞെടുത്ത ആൾക്കാരുടെ വെറൈറ്റി ഒന്നും അല്ല, പല മേഖലകളിൽ നിന്നുള്ള സിംഗർ, സോങ് റൈറ്റർ, ഡാൻസർ, ഇംഗ്ലീഷ് ടീച്ചർ. ഇനി റോഷൻ എന്തൊക്കെയോ പുള്ളി വൈൽഡ് ലൈഫ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ബിസിനസ് ഉണ്ട്, ബിസിനസ്സുകാരനാണ്. അങ്ങനെ പല രീതിയിലുള്ള പല മേഖലയിലുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതിനിടയിൽ വേറൊരു കാര്യം, എനിക്ക് ആക്ച്വലി നേരത്തെ മാറിപ്പോയായിരുന്നു. കാർത്തിക് കല്യാണത്തിന് ശേഷമാണ് വന്നത്. ഷൂട്ട് തുടങ്ങിയതിന് ശേഷം കല്യാണം കഴിഞ്ഞ ഒരാളുണ്ട്. എനിക്ക് ആള് മാറിപ്പോയായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തം ബിസിനസ് വിക്കറ്റി വന്നു എന്നാ പറയുന്നത്. അല്ല, കല്യാണം കഴിഞ്ഞത് റോഷന്റെ ആയിരുന്നു അല്ലേ? നമ്മുടെ ഷൂട്ടിന് ശേഷമാണ്. അത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ. ആ ടെക്നിക്ക് കൊള്ളായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ. കല്യാണത്തിന് എന്തോ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എന്തോ ബെൻസ് വാങ്ങിച്ചതെന്നൊക്കെ കേട്ടു. ഗിഫ്റ്റ് കിട്ടി, പക്ഷെ അത് ഓള് പോകുമ്പോ പിന്നെ തിരിച്ച് അതിന്റെ കീയും വണ്ടി കൊണ്ടുപോയി. ആര് പോകുമ്പോ? ഫ്രണ്ട്സ് തന്നതാണ്. ഇപ്പൊ നാട്ടുകാർ അല്ല സത്യം പറഞ്ഞ എല്ലാരും വിശ്വസിച്ചു. എനിക്ക് ബെൻസ് ഒന്നും കിട്ടിയില്ലട്ടോ, എന്നെ പറ്റിച്ചിട്ട് അവരിറങ്ങി പോയതാ. ബെൻസ് തന്നിട്ട് പോയപ്പോ അവർ ആ വണ്ടി കൊണ്ട് തിരിച്ചു പോയി. അല്ല, ഈ കല്യാണം കഴിഞ്ഞിട്ട് ബിസിനസ് ഉള്ളത് വിൽക്കേണ്ടി വന്നോ? അത് സത്യമാണോ? അല്ല, കല്യാണം നടത്തിയത് എന്തിനാ അറിയോ? യെസ് ഓർ നോ മാത്രം. അല്ല, ഞാൻ പറയാം, സത്യം പറയാം. നീ കല്യാണം കഴിക്കാൻ വേണ്ടി ഇട്ട സെറ്റ് വർക്ക് അല്ലായിരുന്നു അത്? നിന്റെ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ ഇവൻ ഏതോ ആർട്ട് ഡയറക്ടറെ വിളിച്ചിട്ട് ഒരു മലയുടെ മോളിൽ പോയിട്ട് ഒരു സെറ്റ് ഇട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിവോഴ്സ് ആക്കുമല്ലോ.
റിസോർട്ട് ഓണർ ആണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പം അവര് മറ്റേ നമ്മൾ വർക്ക് കഴിയുമ്പോഴത്തേക്ക് ആർട്ടിന്റെ ആളുകളൊന്നും എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ട് അഴിച്ചോണ്ട് പോയി. അപ്പൊ അവര് വെച്ചപ്പോൾ ഞാൻ വിറ്റ്. സത്യം പറ, അതല്ലേ നടന്നത്. ഭാര്യ വീട്ടുകാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. സെറ്റ് വർക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതെ, അവരോട് പോന്നോളം പറയല്ലേ. ഒരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ചില ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകും, ചില തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ തള്ളിക്കളഞ്ഞേക്ക്, വിട്ടേക്ക്. ഇവര് പിള്ളേരല്ലേ, അവര് കളിച്ച് വളരട്ടെ. അതെ, കളിയിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മള് ഇവരെല്ലാം നമ്മളെ ടെലിവിഷനില് കുട്ടികളാണല്ലോ, കുഞ്ഞുങ്ങളാണല്ലോ. അപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു. ഹാവ് ഫൺ, പ്ലേ വെൽ. താങ്ക് യു. അപ്പോൾ ഇനി വരുന്ന എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 10 മണിക്ക് അതിഥി ദ അഡ്വഞ്ചർ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം, നിങ്ങളുടെ സജഷൻസ് അറിയിക്കണം, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ക്രിയേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് എല്ലാം ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ആരും കാണാൻ മറക്കണ്ട അതിഥി ദ അഡ്വഞ്ചർ.